ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത് മിഅ്റാജ് യാത്രയിൽ അല്ലെങ്കിൽ ഇസ്രാ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ചില കാഴ്ചകളെ സംബന്ധിച്ചാണ്. ഇസ്രാ മിഅ്റാജ് യാത്രയെ സംബന്ധിച്ച് സവിസ്തരം ഒരുപാട് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാനാകും. അതിലെ ഓരോ സംഭവങ്ങളെയും സ്വഹാബത്ത് കൃത്യമായി വിശദീകരിച്ചത് അതിലെ ഓരോ വരികളിലും സ്പഷ്ടമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രാ മിഅ്റാജ് യാത്രയെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഇന്ന് അതിലെ ചില കാഴ്ചകളെ സംബന്ധിച്ച്, അന്ന് പറയാതെ പോയ ചില കാഴ്ചകളെ സംബന്ധിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. റജബ് മാസം വരുമ്പോൾ പലപ്പോഴും എല്ലാ മിമ്പറുകളിലും എല്ലാ സദസ്സുകളിലും ഇസ്രാ മിഅ്റാജ് സംസാരം. എന്താ റജബിൽ വരാനുള്ള കാരണം? ചില ആളുകൾ പറയുന്നു മിഅ്റാജ് രാവ് അല്ലേ, അത് റജബ് 27-നാണ് എന്നുള്ള നിലക്കാൻ. പക്ഷെ റജബ് 27 അങ്ങനെ ഒരു മിഅ്റാജ് രാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? നബിയുടെ ഹദീസുകളോ സഹാബത്തിന്റെ സംസാരങ്ങളിലോ ഒന്നും ഇസ്രാ മിഅ്റാജ് നടന്നത് റജബിലാണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായി സ്വഹീഹായി കടന്നു വന്നിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. ഇസ്രാ മിഅ്റാജ് നടന്നത് ചില പണ്ഡിതന്മാരുടെ വാദം അനുസരിച്ച് അത് നുബുവത്തിന്റെ 1 വർഷം മുമ്പ് സംഭവിച്ചതാണെന്ന്. അതൊരിക്കലും ശരിയല്ല, ആ വാദം നിലനിൽക്കുന്നതുമല്ല. നുബുവത്തിന്റെ 1 വർഷം മുമ്പ് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാര് അഭിപ്രായം പറഞ്ഞത് ഹിജറയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതിന്റെ 1 വർഷം മുമ്പ് സംഭവിച്ചതാണെന്നാണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ 1 വർഷം മുമ്പ് മാത്രമല്ല, 1 വർഷവും 3 മാസവും മുമ്പ് ഇസ്രാ മിഅ്റാജ് നടന്നു എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഹിജറയുടെ 1 വർഷവും 5 മാസവും മുമ്പ് ഇസ്രാ മിഅ്റാജ് നടന്നു എന്നാണ്. അത് വ്യത്യസ്ത വേറെ ചില റിവായത്തുകൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്ര സംഭവിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന റിവായത്തും കാണാം, റജബിലാണ് എന്ന റിവായത്തും കാണാം, റജബ് 27-ലാണ് എന്ന റിവായത്ത് കാണാം, റജബ് 15-ലാണ് എന്ന റിവായത്തും കാണാം. അഥവാ ഇതിങ്ങനെ പറഞ്ഞു പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്രയെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ടു. അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, സ്വഹീഹ് എന്നുള്ള നിലക്ക് വിശ്വസിക്കാൻ പാകത്തിൽ ഒരു മുഹദ്ദിസും രേഖപ്പെടുത്തിയിട്ടുമില്ല. പലരും പറഞ്ഞ അഭിപ്രായങ്ങളാണ്. എന്നാൽ സ്വഹീഹായ ഒന്നുണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള ഷാഫി മദ്ഹബിലെയും ഇമാം നവവിയെ പോലുള്ള ഷാഫി മദ്ഹബിലെ തന്നെ ഏറെ ശ്രേഷ്ഠരായ മഹാപണ്ഡിതന്മാരാണ് ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഒക്കെ തുടങ്ങിയ മഹാപണ്ഡിതന്മാർ. അവരൊക്കെ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് ഇസ്രാ മിഅ്റാജ് യാത്ര സംഭവിച്ചത് ഏത് മാസമാണ് എന്ന് കൃത്യമല്ല. റജബാണോ റബീഉൽ അവ്വലാണോ, മാസത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യതയില്ല. മാത്രമല്ല ദിവസത്തിന്റെ കാര്യത്തിലും കൃത്യതയില്ല. 27-ആണോ 10-ആണോ 15-ആണോ, ദിവസത്തിന്റെ കാര്യത്തിലും കൃത്യതയില്ല. പക്ഷെ അത് ഹിജറക്ക് മുമ്പ് സംഭവിച്ചതാണ് എന്നുള്ളത് കൃത്യമാണ്. നുബുവത്തിനല്ല, ഹിജറക്ക് മുമ്പ്, അഥവാ നബി ആയതിനു ശേഷം 10 വർഷം കഴിഞ്ഞ് 10-ാമത്തെ വർഷം എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം 11-ാമത്തെ വർഷമാണെന്നും പറയപ്പെടുന്നു. ഏതായാലും ഹിജറയുടെ തൊട്ടു മുമ്പ് സംഭവിച്ചതാണ്
ഇസ്രാ മിഅ്റാജ് യാത്ര എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ഏത് മാസമാണെന്നോ ഏത് ദിവസമാണെന്നോ ഉള്ളത് വ്യക്തമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പോരിശ നൽകി ആ ഒരു രാവിനെ കണക്കാക്കേണ്ട, അതിൽ പ്രതീക്ഷിക്കേണ്ട ഒരു ബാധ്യത ഒരു മുസ്ലിമിനില്ല. നമ്മുടെ നാടുകളിൽ ലോകത്ത് ഒരുപാട് ആളുകളെ കാണാം, സ്വഹീഹായ പ്രവർത്തനങ്ങളിൽ സ്വഹീഹായ ഹദീസുകളിൽ അവർ നിലനിൽക്കുന്നില്ല. എന്നാൽ ദുർബലമായ പലതിലും എന്താണ് അവർ അവരുടെ ആയുസ്സിനെ ചെലവഴിക്കുന്നു. സുന്നത്തിന്റെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ, ബിദ്അത്തിന്റെ കാര്യത്തിൽ കണിശതയും ബിദ്അത്തിന്റെ കാര്യത്തിൽ ആവേശവും കടന്നു വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കൃത്യമായ ഫർളുകളിലും സുന്നത്തുകളിലും വീഴ്ച വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നോമ്പിന്റെ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ 27 രാവിലെ റജബിലെ 27 രാവിലെ നോമ്പ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആളുകൾ നോമ്പെടുക്കണ കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ട സുന്നത്തില്ല നബിയിൽ നിന്ന്. അയ്യാമുൽ ബീദ്, അതുപോലെ തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം നോമ്പിൽ ആവേശം കാണിക്കുന്നവൻ എന്ത് ചെയ്യണം? കൃത്യമായി നബിയുടെ ചര്യകളെ പിൻപറ്റുന്നവൻ അത് മതി. വ്യക്തതയില്ലാത്ത കൃത്യതയില്ലാത്ത റിവായത്തുകൾക്കനുസരിച്ച് അമൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ദീനിനെ പൂർത്തിയാക്കി തന്നവൻ റസൂലാണ്. എന്തൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമോ അതിനെ മുഴുവൻ പഠിപ്പിച്ചവൻ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ നിന്ന് എന്തൊക്കെ നമ്മൾ അകറ്റി നിർത്താനുണ്ടോ അതിനെ മുഴുവൻ പഠിപ്പിച്ചതും റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് പറയുന്നു, ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്, അം ലഹും ശുറകാ, അവർക്ക് ശരീക്കുമാരുണ്ടോ? ശുറക എന്ന് പറഞ്ഞാൽ പങ്കുകാരുണ്ടോ, ശരീക്കുമാരുണ്ടോ? മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് റബ്ബിന്റെ സംസാരാണ്. ശറഉ ലഹും മിനദ്ദീനി, ദീനിന്റെ കാര്യത്തിൽ അവർക്ക് മതവിധികൾ ഇറക്കി കൊടുക്കുന്ന പങ്കുകാരുണ്ടോ? മാലം യഅ്ദം ബിഹില്ലാ, അല്ലാഹു അനുമതി നൽകാത്ത കാര്യത്തിൽ ഇവർക്ക് പ്രത്യേകം ദീൻ ഇറക്കി കൊടുക്കാൻ ആരാ ഉള്ളത് എന്നാണ്. അപ്പൊ ദീനിനെ ഇറക്കി തന്നതും ദീനിന്റെ കാര്യത്തെ കൃത്യമായി അനുമതി നൽകുന്നതും ആരാൻ? അള്ളയാണ്. അള്ളയും അള്ളാന്റെ റസൂലും പഠിപ്പിക്കാത്തത് എന്തല്ല? ദീനല്ല, അത് മതമല്ല എന്നാണ്. വേറെ സ്ഥലത്ത്, വേറെ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ സൂറത്തുൽ ജാസിയയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ, നബിയോടാ പറയണത്, നബിയെ നിന്നെ നാം ആക്കിയിരിക്കുന്നു എന്താണ്? റബ്ബിൽ നിന്ന് വിധികൾ വരുന്ന, റബ്ബ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്, കാര്യങ്ങളെ കൽപ്പിക്കുന്നവൻ ആരാണ്? അള്ളയാണ്. അള്ള അങ്ങനത്തെ ഒരു ശരീഅത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടു? നബിയെ നിന്നെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നു. ഫത്തബിഅഹ, നീ അതിനെ പിൻപറ്റുക. ഫത്തബിഅഹ, നബിനോട് അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. അള്ള തന്ന ശരീഅത്തിന് എന്ത് ചെയ്താൽ മതി? മുറുകെ പിടി. അള്ള പഠിപ്പിച്ചെന്നത് ജീവിതത്തിൽ പകർത്തിയാൽ മതി. വേറെ ആളുകൾ ദീനിന്റെ പേരിൽ പറഞ്ഞു കൂട്ടുന്നതിനെ നീ എന്ത് ചെയ്യേണ്ടതില്ല, പിൻപറ്റേണ്ടതില്ല. നബിക്കാണ് അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശം. അറിവില്ലാത്ത ആളുകൾ പറയുന്ന അവരുടെ ഇച്ഛകളെ നബിയെ നീ പിൻപറ്റേണ്ടതില്ല, നീ പിൻപറ്റേണ്ട ഒരു ആവശ്യവുമില്ല. അഥവാ നബിക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശം റബ്ബ് പൂർത്തിയാക്കി തന്ന ശരീഅത്തിനെ മുറുകെ പിടിക്കാനാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചു, അള്ളാന്റെ റസൂലും കൃത്യമായി അതിനെ വിശദീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു ശരീഅത്തിനെ, മറ്റൊരു പ്രവർത്തനങ്ങളെ നീ എന്ത് ചെയ്യേണ്ടതില്ല, പിൻപറ്റേണ്ടതില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ ലോകത്ത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആളുകള് വിദേഹത്തില് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്റെ കാക്കക്കാരനവന്മാർ, എന്റെ പിതാക്കന്മാർ, മഹാന്മാരൊക്കെ ചെയ്തു പോന്നതല്ലേ, കാലങ്ങളായി അവരനുഷ്ഠിച്ചു പോന്നതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ റബ്ബ് പറഞ്ഞു, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ധാരാളം ആളുകൾ അല്ലെ, നീ അനുസരിക്കുന്ന ഭൂമിയിൽ ധാരാളം ആളുകൾ അനുസരിക്കുന്നവരാണെങ്കിലും യുദില്ലൂക അൻ സബീലില്ലാഹ്, അല്ലെ, അവര് മുഴുവൻ നിന്നെ വഴിപിഴപ്പിക്കുന്നവരാകും, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുമെന്നാണ്. ആ ഭൂമിയിലുള്ള കുറെ ആൾക്കാരെ നോക്കിയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യഥാർത്ഥ പാതയിൽ നിന്ന് മാറുമെന്ന് ഞാൻ ആമുഖമായി ആ ഒരു സംഭവം സൂചിപ്പിച്ചത്. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വളരെ അത്ഭുതം നിറഞ്ഞ സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. അതൊരു തർക്കമില്ല. പക്ഷെ അതിലെ ആശങ്കകൾ പറയുന്ന, അല്ലെ, അത് എന്താണ് കെട്ടിച്ചമച്ച കഥകളാണ് എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റുകൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ ഇതിനെങ്ങനെ പരിഹസിക്കാൻ. ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ പലപ്പോഴും നബി ജീവിതത്തിലെ പല ഏടുകളും തെരഞ്ഞെടുത്ത് വിമർശിക്കുമ്പോൾ നമ്മുടെ ബുദ്ധികൾ കൊണ്ട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത മഹാ അത്ഭുതം, ഒരു രാവ് കൊണ്ട് റസൂലുള്ള 1467 കിലോമീറ്റർ ഒറ്റ രാവ് കൊണ്ട് റസൂലുള്ള പോയി എന്ന് പറയുമ്പോൾ വിമർശിക്കണതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈമാൻ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞോ, ഖുർആനിലുണ്ടോ അത് സ്വീകരിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ, ഒരൊറ്റ രാവിൽ
മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹ് അവന്റെ ദാസനെയും കൊണ്ട് രാപ്രയാണം നടത്തി. എങ്ങനത്തെ അഖ്സ? അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന് ചുറ്റും നാം നമ്മുടെ അനുഗ്രഹത്തെ വർഷിപ്പിച്ചിരിക്കുന്നു. ബർക്കത്താക്കപ്പെട്ട റബ്ബിന്റെ ആ ഒരു നാട്, അവിടേക്കാണ് റബ്ബ് തന്റെ ദാസനെ കൊണ്ടുപോയത്. അവിടെ അബ്ദ് എന്ന മദ്ഹാണ് റസൂലുള്ളാഹി കൊടുത്തത്. ദാസൻ, അവൻ നബി എന്ന നബിയുടെ റൂഹും നബിയുടെ ജസദും ചേർന്ന ഒരു യാത്ര എന്ന് തന്നെയാണ് അബ്ദ് എന്നുള്ള വാക്ക് അവിടെ സൂചിപ്പിച്ചത്. ഒരു അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂഹല്ല, നബി ഉറക്കത്ത് കൊണ്ടുപോയതല്ല. നബിനെ സ്വബോധത്തിൽ അല്ലെ നിമിഷാർദ്ധങ്ങളുടെ ആ ഒരു ദൈർഘ്യത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ടുപോയി അല്ലാഹ്. റബ്ബ് പറയാം ഇന്നത്തെ വിഷയം അല്ലെ, മറ്റേത് ഇങ്ങനെ പറഞ്ഞു വന്നതാണ്, ഇസ്രാ മിറാജ് പലതും കേട്ടതാണ്. ഇന്നത്തെ വിഷയം ഈ ആയത്തിലെ ഈ വാക്കൻ ലിനുരിയഹു മിൻ ആയാത്തിന, ലിനുരിയഹു, നാം അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, എന്റെ ദാസന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്താ കാണിച്ചു കൊടുക്കണം? മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ചില അത്ഭുതങ്ങൾ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തില്ല. എന്തെല്ലാം സംഭവങ്ങളാണ് ആ ഒറ്റ രാവുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തിയത്, റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ചത്. റസൂലുള്ളാഹിക്ക് ആശ്വാസം എന്ന് പറയാൻ കാരണം വിഷമിതനായി നിൽക്കുന്ന ഘട്ടമാണ്. അബൂ ത്വാലിബിന്റെ മരണവും ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും ഒക്കെ നബിയെ വേദനിപ്പിക്കുന്നു. അതിലേറെ മക്കക്കാരുടെ ഈ അവിശ്വാസം, തന്റെ പ്രിയപ്പെട്ടവരുടെ അവിശ്വാസം, എത്ര ദഅവത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് അടുക്കുന്നില്ല. നബിക്ക് നബിയെ തന്നെ ജീവൻ എടുക്കാൻ തോന്നിയ നിമിഷങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ചില ആശ്വാസങ്ങളിൽ ഒന്നാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. അത് നബിയുടെ ജസദും റൂഹും കൊണ്ടുള്ള യാത്രയായിരുന്നു. നമ്മൾ വിശദീകരിച്ചു. പണ്ഡിതന്മാർ മുഴുവൻ ആ വിഷയത്തിൽ പറഞ്ഞത് അതൊരിക്കലും ഉറക്കത്തിലുള്ള സ്വപ്നമായിരുന്നില്ല, നബി അറിഞ്ഞുകൊണ്ടുള്ള യാത്ര. കാരണം അതിൽ ഓരോ ആയത്തും നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അബ്ദ് എന്നുള്ള വാക്ക്, അതുപോലെ തന്നെ ബുറാക്ക് എന്ന പദം, ബുറാക്കിലാണല്ലോ കൊണ്ടുപോയത്. എന്താ ബുറാക്ക്? അവാഹനം അല്ലെ, കോവർ കഴുതയേക്കാൾ ചെറുതും എന്നാൽ സാധാ കഴുതയേക്കാൾ വലുതുമായ ഒരു മൃഗം എന്നാണ്. ബുറാക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അതിന്റെ കളറിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ബറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ, നല്ല പ്രകാശ മിന്നലിന്റെ കളർ, വെളുത്ത കളർ. അബിയലാണ്, ദാബത്തുൻ അബിയൽ. റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നു അതൊരു വെളുത്ത മൃഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇത് ബുറാക്ക് എന്ന പദം ഈ ബർക്ക് എന്നുള്ളതിൽ നിന്നാണ്. മിന്നൽ പിണറിന്റെ കളർ പോലെ അത്ര പ്രകാശപൂരിതമാണ് അതിന്റെ ജസദ് എന്നാണ്. ഇതിന്റെ ആ മൃഗത്തിന്റെ ജസദ് ഉണ്ടെങ്കിൽ റൂഹിനെ പറ്റിയല്ല പരാമർശം. ഇത് ആത്മീയമായ യാത്ര അല്ല, ഇതെന്താണ് ശാരീരികവും ചേർന്ന യാത്രയാണ് എന്ന് ബുറാക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു സംഭവത്തിൽ നിന്ന് തെളിവാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ജിബ്രീൽ പോകുന്ന യാത്രയിൽ നബി കണ്ട മഹാ അത്ഭുതങ്ങൾ, ജീവിതത്തിൽ നബി കാണാത്ത ബൈത്തുൽ മുഖദ്ദസ് നബി അവിടുത്തെ തിരു നേത്രങ്ങൾ കൊണ്ട് കണ്ടു. നബി അതിൽ പ്രവേശിച്ചു, 2 റക്അത്ത് നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് ബുറാക്ക് മഹാ അത്ഭുതല്ലേ, അമ്പിയാക്കളിൽ പലരും മാത്രം കണ്ട ബുറാക്കാണ്. വേറെ ആരും അതിൽ യാത്ര ചെയ്തിട്ടില്ല. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൊണ്ടുവന്നപ്പോ ബുറാക്ക് അല്പസമയം എന്താണ് നബിക്കിലേക്ക് അടുക്കാതിരുന്നു എന്ന് പറഞ്ഞു. നബിന്റെ അരികിലേക്ക് അടുക്കാതിരുന്നു. കാരണം എന്തോ ഒരു വിസമ്മതം കാണിച്ചു. അപ്പൊ ജിബ്രീൽ പറയാൻ ഇത് എന്താണ്, ഇദ്ദേഹത്തിലും വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അഫ്ളലായ ഒരാൾ ഇനി നിന്നിൽ യാത്ര ചെയ്യുകയില്ല, നിന്നിൽ യാത്ര ചെയ്തവരിൽ ഉത്കൃഷ്ടൻ ഇനി റസൂലാണ് എന്ന് പറഞ്ഞപ്പോ നബിയിലേക്ക് അടുത്തുന്ന നബിയും ജിബ്രീലും കയറി യാത്ര പോയി എന്നാണ്. അതിന്റെ കണ്ണെത്തും ദൂരത്ത് ഇതിന്റെ ഒരു കാൽപാദം ചെന്നെത്തുമെന്നും റസൂലുള്ളാഹി വിശദീകരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പിന്നീട് മുകളിലേക്കുള്ള യാത്ര. ആ യാത്രകളിലുള്ള പലതും നമ്മൾ അറിഞ്ഞതാണ്, പലതും നമ്മൾ മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ട ധാരാളം പരമ്പരകളിലൂടെ ഒരുപാട് സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ച ഹദീസുകളുണ്ട്. നമ്മളെ ബുദ്ധികൾ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ചിലപ്പോൾ അതിനെ അളന്നാൽ അതിന്റെ കൃത്യത വ്യക്തമാവൂല. പക്ഷെ അത് മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത ആദരവാണ്. നബിയുടെ അമാനുഷികമായ അതല്ലെങ്കിൽ ദൈവികമായ ചില അടയാളങ്ങളാണ്. അതാണ് ലിനുരിയഹു മിൻ ആയാത്തിന, അള്ളാന്റെ ആയത്തുകൾ വിശ്വസിക്കേണ്ടവരാണ് ഓരോ സത്യവിശ്വാസിയും. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അത് സ്ഥിരപ്പെട്ടു. ഇനി നമ്മുടെ ബുദ്ധിക്ക് അവിടെ എന്തില്ല, ഒരു സ്ഥാനമില്ല. ഇനി നമ്മുടെ ബുദ്ധി ഇങ്ങനെ അളന്ന് അതിനെങ്ങനെ ചിലപ്പോൾ അത് ഇങ്ങനെ അതുകൊണ്ടായിരിക്കാം എന്ന് അളന്നുകൊണ്ട് അതിനെ വിശ്വസിപ്പിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. എന്തൊന്നു വന്നോ അതിനതേപോലെ വിശ്വസിക്കുക. ഞാൻ ഇതിന്റെ കൈഫിയത്തിനെ ചോദിക്കേണ്ട ഒരു ചോദ്യം, അത് എങ്ങനെയാണ് അങ്ങനെ ആയത്, ആ ഒരു ചോദ്യത്തിന് എന്തില്ല, പ്രസക്തിയില്ല. അങ്ങനെ ഒരാളും ചരിത്രത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരു മുസ്ലിമും എന്ത് ചെയ്തിട്ടില്ല, അത് ചോദിച്ചിട്ടുമില്ല എന്നാണ്. അപ്പൊ ഇത് നടന്നത് ചിലപ്പോ ഏത് ദിവസമാണ് എന്നത്
ആദ്യ സമയത്തൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നു, പക്ഷെ പിന്നീട് അത് അള്ളാഹ് മറപ്പിച്ച് കളഞ്ഞത് തന്നെ. ചിലപ്പോൾ ഏത് രാവാണെന്ന് ചിലപ്പോ അറിഞ്ഞിരുന്നെങ്കിൽ ഇല്ലാത്ത പോലീസുകൾ വീണ്ടും എന്ത് ചെയ്യുമായിരുന്നു, അതിന്റെ മേലില് കെട്ടിവെക്കുമായിരുന്നു. ഇപ്പോ ലൈലത്തുൽ ഖദ്ർ എന്നാന്ന് അള്ളാന്റെ റസൂൽ അറിയിച്ചെന്നു നബിക്ക് അറിയാമായിരുന്നു. പക്ഷെ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. അത് അള്ളാഹ് അറിയിച്ചു കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. നബിയെ അള്ളാഹ് അത് മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. അപ്പൊ ചിലത് മറപ്പിച്ചു കളയുന്നത് എന്താണ്? നിഅമത്താൻ, അനുഗ്രഹാൻ. ഏത് ദിവസം എന്നുള്ളത് അറിയില്ല. എന്നാൽ റജബിലാണോ അതും നമുക്ക് എന്തല്ല, കൃത്യമല്ല. ഈ ഏകദേശം ചില പണ്ഡിതന്മാർ ഹിജറ 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, 6-ാം നൂറ്റാണ്ടിന്റെ അവസാനങ്ങളിലാണ് അത്ര ഈ റജബില് പ്രത്യേക പോരിശ പറഞ്ഞുകൊണ്ടുള്ള ആഘോഷ രാവുകൾ സ്ഥാപിതമായത്. 6-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞു, താബികളുടെ ഒക്കെ കാലം കഴിഞ്ഞു, താബികളുടെ ഒക്കെ കാലം കഴിഞ്ഞു അല്ലെ. 600-കളും 700-കളും എന്നൊക്കെ പറയുമ്പോൾ, ഹിജറയ്ക്ക് ശേഷമുള്ള 600-കളും 700-കളും ഒക്കെ പറയുമ്പോൾ പിൽക്കാലത്ത് അഥവാ നബിക്കോ നബിയുടെ സ്വഹാബത്തിനോ പരിചയമില്ലാത്തതാണ് മിഅ്റാജിലെ ആഘോഷങ്ങൾ. പക്ഷെ മിഅ്റാജിനൊരു വിശ്വാസം ചെയ്യാൻ പാടില്ല, വില കുറച്ച് കാണാൻ പാടില്ല. അതിൽ പ്രത്യേക ആരാധനകളുണ്ടോ? ഇല്ല. ചില ആളുകൾ പലതും പറയും. സ്വലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണ നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, റജബ് പുലരുമ്പോ തന്നെ പലതും കാണാൻ. അള്ളാഹു അഅലം, അതിനൊന്നും എന്തില്ല, കൃത്യമായ ഹദീസുകൾ നബിയിൽ നിന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, നമ്മളെക്കാളും മുന്നേ അത് സ്വഹാബികൾ ചെയ്യും. അതിൽ ആര് ചെയ്യും? സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യും. കാരണം ഇതിനെ ആദ്യം വിശ്വസിച്ചവൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കക്കാര് മുഴുവൻ അവിശ്വസിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് അവർ വന്ന് പറഞ്ഞത് എന്താ? രാവും പകലും നബിക്ക് ആകാശത്ത് നിന്ന് വഹി വരുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ അത്ര ഒന്നുമില്ലല്ലോ. നബി ഒരു രാവ് കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് പോയി അവിടുന്ന് മിഅ്റാജും കഴിഞ്ഞ് വന്നെന്ന് പറയുന്നതിൽ അതിൽ അത്ര വലിയ അത്ഭുതമില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അത് ഏത് ദിവസമായി അന്ന് നോമ്പ് വെൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും മുന്നേ നോമ്പ് വെൽക്കാര് ഈ പറയപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെടട്ടെ. ഏതായാലും ആ കാഴ്ചകൾ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും എൻ്റെ ആയത്തുകൾ ഞാൻ അവനെ കാണിപ്പിച്ചു കൊടുക്കാനാണ് എന്ത് ചെയ്തത്, കൊണ്ടുപോയതെന്നാൻ. അവിടെ 1-ാം ആകാശത്ത് വെച്ച് മലക്കിനോട് അനുവാദം തേടി കയറിപ്പോയതും, അവിടെ ആദ്യ നബിയെ കണ്ടതും, ജിബ്രീൽ സലാം പറയിപ്പിച്ചതും, സലാം പറഞ്ഞതും, സലാം മടക്കിയതും, എന്നിട്ട് മകനെ നിനക്ക് സ്വാഗതം, നബി നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആദ്യം എതിരേറ്റതും, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 2-ാം ആകാശവും 3-ാം ആകാശവും 4-ാം ആകാശവും 5-ാം ആകാശവും 6-ാം ആകാശങ്ങളിലും മഹാന്മാരായ ഈസ നബിയെ പോലെ, ഇദ്രീസ് നബിയെ പോലെ, യൂസുഫ് നബിയെ പോലെ, ഇബ്രാഹിം നബിയെ പോലെ, ഹാറൂൻ നബിയെ പോലെ, മൂസ നബിയെ പോലെ ഉലുൽ അസ്മിലെപ്പെട്ട അമ്പിയാക്കളെ മുഴുവൻ റസൂലുള്ളാഹ് കണ്ടതും സംസാരിച്ചതും, പിന്നീട് അവിടുന്ന് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതും, 7 ആകാശങ്ങളും കടന്ന് റസൂലുള്ളാഹ് സിദ്റത്തുൽ മുൻതഹ. എന്ത് സിദ്റത്തുൽ മുൻതഹ? സൂറത്ത് നജ്മിൽ റബ്ബ് പറഞ്ഞു അങ്ങേ അറ്റത്തെ ഒരു എലന്ത മരം. അത് 7 ആകാശങ്ങളും കടന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ അരികിൽ റസൂലുള്ളാഹ് സ്വർഗം കണ്ടു. ഇൻദഹ ജന്നത്തുൽ മഅ്വ ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ. റബ്ബ് പറയുന്നു സിദ്റത്തിനെ ചിലത് വന്നിങ്ങനെ മൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അലങ്കാരത്തിന് വർണ്ണിച്ചത് നല്ല വർണ്ണശലഭങ്ങൾ, പല പല നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ മരത്തിനിങ്ങനെ മൂടി അലങ്കരിച്ചിരിക്കുന്നു. ഒരു ഹദീസിൽ ഇതിന്റെ തന്നെ വേറെ ചില റിവായത്തിൽ റസൂലുള്ളാഹി അതിന്റെ ഒരു ഇല ആനയുടെ ചെവി പോലെ വിശാലമായി നിൽക്കുന്നു. അതുപോലെ തന്നെ അതിലുള്ള രത്നത്തെ തിളങ്ങുന്ന ഓരോരോ ഫലങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്തു, റസൂലുള്ളാഹി അവിടെ വിശദീകരിച്ചു. മഹാ അത്ഭുതം നിറഞ്ഞ ഇതിന്റെ അരികിൽ വെച്ച് റസൂലുള്ളാഹി ആരെ കണ്ടു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ജിബ്രീലിനെ കണ്ടു. ജിബ്രീലിന്റെ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ 2 തവണ റസൂലുള്ളാഹി ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. 600 അജ്നിഹ, 600 ചിറകുകൾ ജിബ്രീലിനുണ്ടായിരുന്നു. 600 ചിറകുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടു. എന്നിട്ട് അവിടുന്ന് ഉയർത്തി അള്ളാഹ് അവിടുന്ന് എന്ത് ചെയ്തു, പിന്നീട് ബൈത്തുൽ മഅമൂർ കാണിച്ചു കൊടുത്തു. എന്ത് ബൈത്തുൽ മഅമൂർ? ബൈത്തുൽ മഅമൂർ വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ. സൂറത്തു തൂറിൽ റബ്ബ് ഇങ്ങനെ പറഞ്ഞാണ് വൽ ബൈത്തുൽ മഅമൂർ, അത് തന്നെയാകുന്നു സത്യം. അഥവാ ഭൂമിയിലെ കഅബ പോലെ. ഭൂമിയിൽ കഅബയിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ഉംറക്കും ഹജ്ജുകൾക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അള്ളാഹു അവർക്ക് സ്വീകരിക്കട്ടെ. ഇതുപോലെ മലക്കുകൾ എന്ത് ചെയ്യുന്നു, ഉപരിയിലെ ബൈത്തിൽ പ്രവേശിക്കുന്നു. അതാണ് കൂട്ടത്തോടെ മലക്കുകൾ പ്രവേശിക്കുന്നു. അവിടെ പോയി അവർ റബ്ബിലേക്ക് എന്ത് ചെയ്യുന്നു, ആരാധനകൾ ഏർപ്പെടുന്നു. അവർ തിരിച്ചു വരുന്നു. പിന്നെ അവർ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, മടങ്ങിപ്പോകുന്നു. അങ്ങനെ ഓരോ ദിവസവും
ഓരോ ദിവസവും റസൂലുള്ള എണ്ണമറ്റ മലക്കുകളുടെ കണക്കിന് അവിടെ വിശദീകരിച്ചു. 10,000 മലക്കുകൾ അവിടെ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും കയറി പോകുന്നു, അവിടെ ബൈത്തുൽ മഅമൂറിൽ ആരാധനയിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു. അഥവാ മലക്കുകളെ റസൂലുള്ള കണ്ടു. എത്ര മലക്കുകളെ അന്നത്തെ രാത്രി റസൂലുള്ള കണ്ടത്! എത്ര മലക്കുകളെ റസൂലുള്ള കണ്ടു! ജിബ്രീലിനെ കണ്ടു, മീകായിലിനെ കണ്ടു, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെ റസൂലുള്ള കണ്ടു എന്ന് പറഞ്ഞു. മാലിക് റസൂലുള്ള പറയാണ്, എന്താണ്, വേറെ റിവായത്ത് കാണാൻ എന്താണ്, ലൈലത്തൽ ഉശിരിയ ബി, എന്നെ കൊണ്ട് ഇസ്രാ രാപ്രയാണം നടത്തപ്പെട്ട രാത്രിയിൽ ആ ഒരു യാത്രയിൽ ഞാൻ ആരെ കണ്ടു? മാലിക്കിനെ കണ്ടു. ആരാണ് മാലിക്? ഖാസിനുൽ നാർ, നരകത്തിന്റെ കാവൽക്കാരനാണ്. പക്ഷെ ചിരിച്ചിട്ടില്ല. എന്നെ കണ്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല? മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല. വേറെ ചില റിവായത്തിൽ ഇങ്ങനെ ഹദീസുമായി ബന്ധപ്പെട്ട് കുറേ റിവായത്ത്, ഞാൻ ഹദീസുകളൊക്കെ ചുരുക്കി ഓരോ ഭാഗം ഇങ്ങനെ പറഞ്ഞു പോകണം, ഒരു കഥ പോലെ പറഞ്ഞു പോകാന്ന് വിചാരിച്ച്. ഉറക്ക വരട്ടെ പറയാം, നമുക്ക് വേറെ എന്തിലേക്ക് അതിനെ മാറ്റാം. ഏതായാലും അവിടെ ചെന്ന് റസൂലുള്ള മാലിക്കിനെ കണ്ടപ്പോ എന്ത് ചിരിക്കാത്ത? നബിനെ കണ്ട ആരെ ചിരിക്കാത്തില്ലേ? അത്രക്കും നല്ല ഒരമ്പിയാക്കള് നബിയെ സ്വീകരിച്ച രംഗം പറഞ്ഞു. എന്താണ്? മർഹബൻ ബിൽ അഖി സാലിഹ്, മർഹബൻ ബിൻ നബിയ്യി സാലിഹ്, നല്ല സഹോദരന് സ്വാഗതം, നല്ല നബിക്ക് സ്വാഗതം. ഇബ്രാഹിം നബിയും ആദം നബി ഒരേപോലെ സ്വീകരിച്ചത്. മർഹബൻ ബിൽ ഇബ്നി സാലിഹ് വ മർഹബൻ ബിൻ നബിയ്യി സാലിഹ്. നുബുവത്തും ബുനുവത്തും. നുബുവത്ത് എന്ന് പറഞ്ഞാൽ നബി, ബുനുവത്ത് എന്ന് പറഞ്ഞാൽ സന്താനം, അല്ലെ? പരമ്പരകളെ നോക്കണേ. ആദന കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറ, ബാപ്പയാണ്, വല്ലിപ്പയാണ്. അപ്പൊ ആദം നബി സ്വീകരിച്ചത് അങ്ങനെ, എന്റെ പൊന്നുമകന് സ്വാഗതം, നബിക്ക് സ്വാഗതം. ഇബ്രാഹിം നബി സ്വീകരിച്ചതൊക്കെ എന്റെ മകന്, ഇസ്മായിൽ നബിന്റെ പരമ്പരയാണല്ലോ, അല്ലെ? എന്റെ മകന് സ്വാഗതം, എന്റെ നബിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് നബിനെ സ്വീകരിച്ചത്. ഇവരൊക്കെ നല്ല നിലക്ക് സ്വീകരിച്ചപ്പോ മാലിക്കിനെ കണ്ടപ്പോ എന്ത് ചെയ്തിട്ടില്ല? ഒന്ന് ചിരി തൂകിയിട്ട് പോലും ഇല്ല എന്നാണ് ചില റിവായത്തിൽ ഇങ്ങനെ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മാലിക് ചിരിക്കാത്തത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മാ ളഹിക മാലികു യൗമ ഖുലിഖ്, സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ മാലിക് ചിരിച്ചിട്ടില്ല. അല്ലാഹു അഅലം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നരകത്തിന്റെ കാവൽക്കാരനായത് കൊണ്ടാണോ? ഇനി അതല്ല, നരകത്തിന്റെ കാവൽക്കാരനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ എന്താണ് വിശദീകരിച്ചല്ലോ. എന്താണ്? ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലെ? അതികഠിന ഹൃദയരായ ഒരു അലിവുണ്ടാവില്ല, ഒരു ദയവും ഉണ്ടാവില്ല, കാഠിന്യം നിറഞ്ഞവരാണ് നരകത്തിന്റെ കാവൽക്കാരെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു. അപ്പോ അതിൽ പെട്ട, അല്ലെ, കാവലാളുകളിൽ ഒരാളായിരിക്കാം. അപ്പൊ എന്നിട്ട് ജിബ്രീൽ ഒരു കാര്യം കൂടി ചേർത്തു, മാലിക് എങ്ങാനും ഒരാളോട് ചിരിക്കുമായിരുന്നെങ്കിൽ നിങ്ങളെ കണ്ട് ചിരിക്കുമായിരുന്നു, നബിയെ അങ്ങയോട് പുഞ്ചിരി തൂകുമായിരുന്നു എന്ന്. പക്ഷെ അതുപോലില്ല എന്ന് പറയുമ്പോൾ നരകത്തിന്റെ ഭീകരതയാണ് എന്ത് ചെയ്യണത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഓർമ്മിച്ചു കൊടുക്കുന്നത്, അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതൊരു രംഗം. ഇങ്ങനെ ഇത് മാത്രല്ല, വേറെയും കുറെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇഷ്ടം പോലെ, നമുക്കൊരു 15-40 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എന്താവൂല, അതൊന്നും തീരുല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സംഭവം എടുത്തു പറയുന്നതും അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ചില കാഴ്ചകളിൽ, അല്ലെ? ഇപ്പോ നബി നരകത്തെ കണ്ടു എന്ന് പറഞ്ഞു. നരകത്തിലെ ചില ശിക്ഷാ രീതികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചു. റസൂലുള്ളാഹി ലമ്മാ അറജ ബി റബ്ബി മറർതു ബി ഖൗമിൻ ലഹും അൾഫാറു മിൻ നുഹാസ്, നരകത്തിനെ പറ്റി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാൻ, എന്നെ മിഅ്റാജ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജ് യാത്രയിലേക്ക് കൊണ്ടുപോയപ്പോ, മറർതു ബി ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ഞാൻ കടന്നുപോയി, ലഹും അദ്ഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ ഉണ്ടായിരുന്നു, ചെമ്പിന്റെ നഖങ്ങൾ. യഖ്മിശൂന വുജൂഹഹും, അവർ അവരുടെ മുഖങ്ങൾ പറിച്ചു കളയുന്നു, അങ്ങനെ മാന്തി പൊളിക്കുന്നു. ഖമശ എന്ന് പറഞ്ഞാൽ നഖം കുത്തി ഇങ്ങനെ കീറി വലിക്കണേനാ, മാന്തി പൊളിക്കുന്നു. മുഖം മാത്രമല്ല, വസുദൂറവും, അവരുടെ മുഖവും നെഞ്ചും മാന്തി പൊളിക്കുന്നു. ഫഖുൽതു, ഈ രംഗം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലെ ഇതാരാൻ? ജിബ്രീലെ ഈ കൂട്ടവർ ആരാൻ? ഖാല, ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ഇത് ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചിരുന്ന ജനതയാണ്, അഥവാ അഭിമാനം തകർത്ത് മറ്റുള്ളവന്റെ മാനം കെടുത്തി ജീവിച്ചിരുന്ന ജനത, അല്ലെ? അയുഹിബ്ബു അഹദുകും അയ്യകുല ലഹ്മ അഖീഹി മൈത, ഗീബത്ത് നമീമത്തിനെ അള്ളാഹുവിന്റെ റസൂൽ എത്ര, അല്ലെ, ഒരാളാണ്ട് വർത്താനം പറഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ മതി, പിന്നെ ഓനാണ്ട് തിന്നു. എത്ര ഗൗരവം നിറഞ്ഞതാൻ! ആളുകളുടെ അഭിമാനത്തെ പിച്ചി ചീന്തുന്ന സംസാരങ്ങളുമായി കഴുകിയ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വിശിഷ്ടരാവിൽ, സുന്ദരമായ യാത്രയിൽ
അതിഭീകരമായ രംഗത്തിലൂടെ റബ്ബ് പരിചയപ്പെടുത്തി ഇവരവരാണ് ഒരാളെ മാനം കെടുത്താൻ എന്തൊക്കെ അവസരമുണ്ടോ അതിനെയും പാത്തു നിൽക്കുന്നവർ, അതിൽ കശാലായിട്ടിരിക്കുന്നവർ, അതിൽ അവരുടെ ആയുസ്സിനെ ചെലവഴിക്കുന്നവർ, ഒരാളെ മാനം കെടുത്താനായിട്ട് നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ വന്ന രംഗം അതാണ്. നബി അതിനെ വിശദീകരിച്ചു. വേറെയും ഒരു സംഭവം കൂടി റസൂലുള്ളാഹിയിൽ നിന്ന് അനസ് ബിൻ മാലിക് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറർത്തു ലൈലത ഉസിരിയ ബി. ഇതിന്റെയൊക്കെ തുടക്കത്തിലുണ്ട് എന്ത്, മറ്റൊരു മിഅ്റാജ് എന്നുള്ള പറഞ്ഞു. ഇവിടെ ലൈലത ഉസിരിയ ബി, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ കടന്നുപോയി, അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ, തുഖറബു ശിഫാഹുഹും ബിമഖാരീദ് മിൻ നാർ, അവർ അവരുടെ വായകളെ പിളർത്തുന്നു. ഷഫ എന്ന ശരിക്ക് ചുണ്ടുകൾക്കൊക്കെ പറയാറുണ്ട്. മഖാരീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർച്ചവാളുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, അവരവരുടെ ശരീരഭാഗങ്ങളെ പിളർത്തിക്കൊണ്ടിരിക്കുന്നു. റസൂൽ ചോദിച്ചു, എന്താണ്? അനസ് ഇബ്നു മാലിക് പറഞ്ഞു, ഖുൽതു മൻ ഹൗലായി, ഞാൻ പറഞ്ഞു ഇതാരാണ്? ഖാലു ഖുതബാഉ മിൻ അഹ്ലി ദുനിയ, ദുനിയാവിലെ പ്രാസംഗികന്മാരാണ്, ദുനിയാവിലെ പ്രഭാഷകരാണ്. അതായത് ഹക്കും ബാത്തിലും സമൂഹങ്ങൾക്കിടയിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ തൻ്റെ പ്രശസ്തിക്ക് വേണ്ടി, തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ വേറെ ഒരു നിയ്യത്ത് മര്യാദക്ക് ശരിയാവാത്ത രീതിയിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുതുബ പറഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഖുതബാക്കളാണ്. ജനങ്ങളെ ഛിദ്രതയിലേക്ക്, പലപ്പോഴും പല വികരവാദങ്ങളിലേക്ക് ജനങ്ങളെ നയിച്ച, ജനങ്ങൾക്കിടയിൽ പലപ്പോഴും ഛിദ്രത കൊണ്ടുവന്ന, ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഖുതബാക്കൾ. മിമ്മൻ കാനു യഅ്മുറൂന അന്നാസ ബിൽ ബിർ, നന്മകൾ കൊണ്ടവർ ജനങ്ങളെ കൽപ്പിക്കാറുണ്ടായിരുന്നു. വയൻസൗന അൻഫുസഹും, അവർ സ്വയം അതിനെ മറന്നു കളയാറുമുണ്ടായിരുന്നു. വഹും യത്ലൂനൽ കിതാബ്, അവർ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്നവരായിരുന്നു. അഫലാ യഅഖിലൂൻ, എന്തേ അവർ ചിന്തിച്ചില്ലേ? അപ്പൊ അത് മറ്റൊരു കൂട്ടരുടെ രംഗമാണ് റസൂൽ പറയുന്നത്. അഥവാ സ്വന്തം ജീവിതത്തിൽ എന്തില്ല, അവര് പറഞ്ഞു നടക്കുന്ന, അവർ പ്രസംഗിച്ച് നടക്കുന്ന കാര്യങ്ങളില്ല. പണ്ഡിതന്മാരെ സംബന്ധിച്ച് റസൂലുള്ള കണ്ട കാഴ്ച റസൂല പറയാതെ പോയില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലെ, എവിടെ വേറെയും അവിടെ ആ സമയത്ത് തന്നെ ഇതിന്റെയൊക്കെ വേറെയും വിശദീകരണങ്ങളിൽ കാണാം, അവരുടെ കുടൽമാലകളിൽ നിന്ന് പുറത്തു വന്ന് അവർ പ്രയാസപ്പെടുന്ന രംഗങ്ങൾ വരുമ്പോ ജനങ്ങൾ അവരോട് ചോദിക്കുന്ന ചോദ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പോയിട്ടില്ല. ഇവിടെ റസൂൽ ഇതിനൊക്കെ വിശദീകരിച്ചത് ഓരോ രംഗം. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ ഇത് നരകത്തിലാണോ ബർസഖിലാണോ എന്നുള്ളൊരു സംശയം വരും. അതാ റസൂലുള്ള മിഅ്റാജ് നടക്കുന്നത് എപ്പോഴാണ്? ഇസ്രാ മിഅ്റാജ് നടക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഹിജ്റയുടെ തൊട്ടു മുന്നേ. ചിലപ്പോ നരകത്തിലെ ശിക്ഷ അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. നരകം ഉഅദ്ദത്തിൽ കാഫിരീങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മുനാഫികൾക്ക് വേണ്ടി അള്ളാഹു നരകത്തിനെ തയ്യാറാക്കി വെക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നരകത്തിൽ അവർ ശിക്ഷ അനുഭവിക്കുകയാണോ? രണ്ട് രീതിയിൽ പല പണ്ഡിതന്മാർക്ക് അതിൽ അഭിപ്രായമുണ്ട്. നബി നേരിട്ട് കണ്ടതാണ്, ഇനി അതല്ല വരാൻ പോണ കാഴ്ചകളെ നബി കണ്ടതാണോ? രണ്ട് രീതിയിലാണ് ആ ഹദീസുകൾ. അപ്പൊ ഈ ഹദീസുകൾ വെച്ച് നോക്കുമ്പോൾ അത് നബി ഈ നരകത്തെ കണ്ടത് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും നബി എന്ത് ചെയ്തിട്ടുണ്ട്? നരക കാഴ്ചകളെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹിക്ക്. ഒന്നാണ്, ചില സമയത്ത് റസൂലുള്ള ഫജ്ർ നമസ്കാരാനന്തരം നേരെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്നിട്ട് സ്വഹാബിയോട് ചോദിക്കും, ഹൽ റഅ മിൻകും റുഅ്യ, നിങ്ങൾ എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അവര് വല്ല സ്വപ്നങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവരത് പറയും. റസൂൽ അതിനെ വിശദീകരിക്കാറുമുണ്ട്. ഒരു ദിവസം ആരും സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല. അവർ റസൂൽ തന്നെ, ഞാനൊരു സ്വപ്നം കണ്ടു. നബി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതെന്താ? യാഥാർത്ഥ്യമാണ്, നുബുവത്താൻ. അങ്ങനെ നബി ഞാൻ സ്വർഗം കണ്ടു, ഞാൻ നരകം കണ്ടു എന്നിങ്ങനെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോ എന്ത് ചെയ്തു? സൂര്യന് ഗ്രഹണം ബാധിച്ചു. സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോ ജനങ്ങൾ മുഴുവൻ പറഞ്ഞു, മുഹമ്മദിന്റെ മകൻ മരിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഗ്രഹണം ബാധിച്ചത്. റസൂലുള്ള പറഞ്ഞു, ഒരാളുടെ മരണമോ ഒരാളുടെ ജനനമോ ഒരിക്കലും എന്തല്ല, ഗ്രഹണത്തിന് കാരണമല്ല. അത് ആയാത്തുള്ള അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യന് ഗ്രഹണം ബാധിക്കുന്നതും ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്നതും. പക്ഷെ റസൂലുള്ള അവരെയും കൊണ്ട് എന്ത് ചെയ്തു? നമസ്കരിച്ചു. ഗ്രഹണം കണ്ട് നീങ്ങണത് വരെ റസൂലുള്ള ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു. ഗ്രഹണ നമസ്കാരത്തിൽ റസൂലുള്ള സ്വർഗവും കണ്ടു, നരകവും കണ്ടു. റസൂലുള്ള നിസ്കാരത്തിന്റെ ഇടയിൽ ഒന്നിങ്ങനെ പിന്നിലേക്ക് മാറി നിന്നപ്പോ സഹാബത്ത് ചോദിച്ചു, നബി എന്താ പിന്നിലേക്ക്? റസൂലുള്ള പറഞ്ഞു, ഞാൻ നരകം ദർശിക്കപ്പെട്ടു. നരകത്തിന്റെ ആ ഒരു കാറ്റ് അത് എന്റെ മേൽ തട്ടിത്തടഞ്ഞു പോകുമോ എന്ന് പേടിച്ച് ഞാൻ എന്ത് ചെയ്തു? ഒന്ന് പിന്നോട്ടേക്ക് വന്നതാന്ന് റസൂലുള്ള പറയാൻ.
ഞാൻ സ്വർഗവും കണ്ടു എന്ന് അതിൽ വേണം. കാരണം നബി എന്തോ ചവക്കുന്നത് പോലെ സ്വഹാബത്തിന് അനുഭവപ്പെട്ടു. നിസ്കാരത്തിൽ തിന്നാൻ പാടണ്ട, നിസ്കാരത്തിൽ തിന്ന ഓതും അറിയോ, ഉറിയില്ല എന്നുള്ളവരൊക്കെ ഈ ഹദീസിനെ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യാറ് എടുത്തു കൊണ്ടുവരാൻ. നബി എന്ത് ചെയ്ത് എന്താ ചവക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറയാണ്, ഞാൻ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു, ഞാന് അതിൽ ഒരു മുന്തിരിക്കുല, സ്വർഗത്തിലൊരു മുന്തിരിക്കുല ഉണ്ടായി, ഞാൻ അതിൽ നിന്നെടുത്ത് കഴിക്കുക, ഞാനെങ്ങാനും അതിനെ പറിച്ചെടുത്തിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർ തിന്നാലും അത് തീരുമായിരുന്നില്ല. റസൂലുള്ളാഹി പറയാണ്, എന്താണ് ആ മുന്തിരിക്കൊല തീരുമായിരുന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ നബി സ്വർഗത്തിന്റെ അനുഭൂതിയെ വിശദീകരിച്ചതാണ്. അല്ലെ, അവിടെ വ്യത്യസ്ത തരം പഴങ്ങളുണ്ട്, പറിച്ചെടുക്കുമ്പോൾ അവിടെ വേറെ വരുന്ന അതിൽ ഇലാ മഖ്തൂഅത്തിൻ, അത് മുറിച്ചെടുക്കപ്പെടുന്നതല്ല, മുറിച്ചെടുത്താലും അവിടെ വേറെ അതേപോലെ വരുമെന്നാണ്, തീരൂല എന്നാണ്. ഒരിക്കലും അത് തീരൂല, കേടുവന്നു പോകൂല, ജനങ്ങൾക്ക് മടുക്കുകയുമില്ല. ഖാലിദീന ഫീഹ, അള്ളാഹു അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇസ്രാ മിഅ്റാജിലൊക്കെ നബി കണ്ട കാഴ്ച പോലെ തന്നെ എന്ത് ചെയ്തു, അല്ലാത്തപ്പോഴും നബി ഇതുപോലെ സ്വർഗവും നരകവും കണ്ടു. അപ്പൊ സ്വർഗത്തിലെ അനുഭൂതികൾ അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നരകത്തിലെ ശിക്ഷകൾ അനുഭവിക്കുന്ന ആളുകൾ, ഇതൊക്കെ ആ ഒരു സന്ദർഭത്തിൽ സംഭവിക്കുന്നതാണോ? ചില ആയത്ത് ഹദീസിന് ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പഠനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ പറയുന്നത് നബി കണ്ട ആ കാഴ്ച, ഇസ്രാ മിഅ്റാജിൽ നബി കണ്ട ശിക്ഷയുടെ രംഗങ്ങൾ, അതെന്താണ്, അത് ബർസഖിലെ ശിക്ഷയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ബർസഖിലെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഇതിന്റെ ഇടയിലൊരു ചർച്ച ലോകത്തുള്ളത് കൊണ്ടാണ് ആ സംഭവത്തെ എടുത്ത് പറഞ്ഞത്. അഥവാ മിഅ്റാജിൽ നബി കണ്ട ആ ശിക്ഷകൾ ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണോ, അതല്ല അപ്പൊ ഉള്ള ആളുകൾ നരകത്തിലെത്തിയതാണോ? നരകത്തിലെത്തൽ എപ്പോഴാണ് ശരിക്ക്? ഖിയാമത്ത് നാളിലല്ലേ. ആദ്യം ആരോടെ? ബർസഖാൻ. നരകം കൊണ്ടുവരപ്പെടും പരലോകത്ത്. കൊണ്ടുവരപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? നരകത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കും. സ്വർഗവും അങ്ങനല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം അതിൽ ആദ്യം ഞാൻ കടക്കുന്ന നബി എന്താണ്, പലപ്പോഴും നബി അവിടുന്ന് പെരുമ പറയാറുണ്ട്, ഞാൻ അവിടെ ചെന്ന് മുട്ടണം. അപ്പൊ അത് ഖാസിന്റെ കാവൽക്കാരൻ ചോദിക്കും ആരാണ്? മുഹമ്മദാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? തുറക്കുമല്ലാണ്. ഏറ്റവും കൂടുതൽ അനുയായികളുമായി സ്വർഗത്തിൽ കടക്കുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. ഇസ്രാ മിഅ്റാജ് യാത്രയിലും മൂസാ നബി കരഞ്ഞല്ലോ, ആകാശത്ത് വെച്ച് മൂസാ നബിയെ കണ്ടപ്പോൾ മൂസാ നബി പറഞ്ഞെന്താ, എന്നെക്കാളും അനുയായികൾ ഈ ഗുലാമിനാണ്, എന്നെക്കാളും ഈ ഗുലാം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിക്കാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അഥവാ എന്നിൽ ഇസ്രായേൽ സന്തതികൾ പലരും വിശ്വസിച്ചെങ്കിലും അവർ വളരെ കുറവാണ്, ഏറ്റവും കൂടുതൽ അനുയായികൾ മുഹമ്മദിനാണ് എന്ന് പറഞ്ഞിട്ട് മൂസ കരഞ്ഞു എന്നാണ്. ഒരിക്കലും അസൂയ കൊണ്ടോ അതിൽ ഈ ദേഷ്യം കൊണ്ടോ അല്ല, നബിയുടെ മഹത്വത്തെ അവിടെ ഓർമ്മിപ്പിക്കുകയാണ് നബി ആ സംഭവം പറഞ്ഞതും. അള്ളാഹു റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലേ? അവിടെ ഞാൻ പറഞ്ഞു തരുന്നത്, അപ്പൊ ആ ഹദീസിൽ നിന്ന് മനസ്സിലായി നബി കയറിയാലേ ബാക്കിയുള്ളവര് കയറുള്ളൂ. അപ്പൊ നബി സ്വർഗത്തിൽ കണ്ട രംഗങ്ങളോ? അപ്പൊ അതാണ് ചില പണ്ഡിതന്മാർ രണ്ട് രീതിയിലാണ് അതിനെന്ത്. ഇപ്പൊ ഈ നരകത്തിലെ ശിക്ഷ കണ്ടപ്പോ മുഖം വലിച്ചു ചീന്തുന്നതും ഇങ്ങനെ വേറെ ശിക്ഷകളില്ലേ, ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ജനങ്ങളെ മാനം കെടുത്തിയ ആൾക്കാർ താൻ, അതുപോലെ തന്നെ എന്താണ് ജനങ്ങൾക്കിടയിൽ പ്രഭാഷണം നടത്തുന്ന ഖുതബാക്കളെ സംബന്ധിച്ചാണ്. വേറെ ഈ റസൂലുള്ളാഹി പറഞ്ഞില്ലേ സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരെ പറ്റി? സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാർ ഒട്ടകങ്ങൾ ഇങ്ങനെ മേഞ്ഞു നടക്കണ പോലെ നഗ്നരായിട്ട് എന്ത് ചെയ്യുന്നു നബി അവിടെ കണ്ടു. ഒരു കൂട്ടം ആൾക്കാർ നഗ്നരായിട്ട് ഇങ്ങനെ കണ്ടത്. എന്തിനാ പോലെ നഗ്നരായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസിനെ വിശദീകരിക്കുന്ന മുഹദ്ദിസുകളാണ്. ഇവര് സക്കാത്ത് പോലും കൊടുക്കാതെ അതിനെ ഇത് ചെയ്യുന്നത്, അവർക്ക് കുറെ ഉടുക്കാനും അവർക്ക് കുറെ ഭക്ഷിക്കാനും അവരുടെ സമ്പത്തിനെ പാത്തുവെച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉടുക്കാൻ സമ്മതിക്കാതെ, അല്ലെ, വൃത്തിഹീനമായ രീതിയിൽ റബ്ബ് അവരെന്ത് ചെയ്യും? നാളെ പരലോകത്ത് കൊണ്ടുവരുന്നില്ല. അവരെ രംഗ റസൂലുള്ളാഹി കാണാൻ. ഇത് മാത്രം അവര് ഇങ്ങനെ ഭക്ഷിക്കും. എന്താ ലരിയ? മറ്റേ സൂറത്ത് നമ്മൾ പറഞ്ഞല്ലേ, എത്ര തിന്നു കഴിഞ്ഞാലും വിശപ്പ് അടങ്ങൂല, അല്ലെ, ദാഹം തീരൂല, ഉള്ളിലുള്ളത് മുഴുവൻ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടുമെന്നാണ്. അത്രക്കും കൈപ്പേറിയതാണ്. മാത്രമല്ല ദരീഅ മാത്രല്ല, അത് മുള്ളിന്റെ ആ ഒരു ചെടി മാത്രല്ല, സക്കൂമും ഈ സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാര് ഭക്ഷിക്കുന്നതായി റസൂലുള്ളാഹി കണ്ടു എന്നാണ്. ഇസ്രാ മിഅ്റാജ് യാത്ര. ഇസ്രാ മിഅ്റാജ് നോമ്പ് എടുക്കാൻ മുമ്പിലേക്കാരം ഇഷ്ടം പോലെ ആൾക്കാർ ഇല്ലാത്ത നോമ്പിന് മുമ്പിൽ. പക്ഷെ സക്കാത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ കൊടുക്കുന്നുണ്ടാവില്ല. നിർബന്ധ ബാധ്യത മറന്നിട്ട് അവരെന്ത് ചെയ്യുന്നത്?
ഇല്ലാത്തതിന്റെ പിന്നിൽ പോകുന്നത്. ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ വിമർശിക്കാൻ, നേരെ മറിച്ച് ഏറ്റവും കൂടുതൽ ലോകത്തുള്ള ആളുകളിൽ വിദേഹത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ഫർള് പോലും എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു അല്ലെ? ഫർള് പോലും നഷ്ടം വലിയ ഗൗരവമുള്ള കാര്യം. ഇസ്രാ മിറാജ് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ, നമ്മുടെ സാമ്പത്തികമായ ശുദ്ധിയെ എത്രമാത്രം ഞാൻ നിങ്ങളോ ഓരോ മിറാജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നാണ് ആ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു സക്കൂം ഇങ്ങനെ അവര് തിന്നുന്ന സക്കൂമിനെ സംബന്ധിച്ച് ഖുർആനിലൊക്കെ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു പൊന്തുന്ന മരമാണ് സക്കൂം എന്നാൽ അത് കൈപ്പേറിയതാകുന്നു എന്ന് റസൂൽ എന്ത് ചെയ്തു വിശദീകരിക്കുന്നു. അത് അല്ലാഹ് തീറ്റിപ്പിച്ചു, അതല്ല ഇവരെ കൊണ്ട് തീറ്റിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്നത്തെ ദിവസം കണ്ടുവെന്നാൽ. അവർ മാത്രമല്ല വേറെയും കണ്ട്. നിസ്കരിക്കാത്ത ആളുകൾ, ഇപ്പോ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എല്ലാ മതവിധികളും അള്ളാഹ് ഹുക്കുമാക്കിയത് മേലെന്ന് ജിബ്രീൽ ഭൂമിക്ക് വന്നിട്ടാണ്. നോമ്പ്, ഹജ്ജ്, അതുപോലെ തന്നെ ഇനി ബാക്കിപ്പെട്ട എന്താണ് എല്ലാ ഷഹാദത്ത് പഠിപ്പിക്കാൻ താഴ്ത്തിക്ക് വന്നുകയല്ലേ അല്ലെ? ഓരോ ആയത്തുകളുമായി വാനലോകത്ത് നിന്നും ജിബ്രീൽ ഭൂമിയിലേക്ക് വരെ ചെയ്തത്. പക്ഷെ നമസ്കാരം എന്ന ഇബാദത്തിനെ ഇവിടുന്ന് നബിനും കൊണ്ട് മേലക്കാ പോയത്. വാനലോകത്ത് നിങ്ങട്ടല്ല, ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് നബിയെയും കൊണ്ടുപോയി അവിടെ നിന്ന് വാനലോകത്ത് വെച്ചാണ് എന്ത് ചെയ്തത്? അത് 7 ആകാശങ്ങൾക്കും അപ്പുറം ഒരു ഹിജാബിന്റെ പിന്നിൽ റബ്ബിനോട് നേരിട്ട് സംസാരിച്ചിട്ടാണ് എന്ത് ചെയ്തത് അതിനെ തീരുമാനിക്കുന്നത് എന്നാണ്. അവിടെ റബ്ബിനെ റസൂലുള്ള കണ്ടോ? നബിയെ കണ്ടോ? ഇസ്രാ മിറാജ് നബി റബ്ബിനെ കണ്ടോ? ഇല്ല. പക്ഷെ ഇബ്നു അബ്ബാസ് പറയാണ് നബിയുടെ ഹൃദയം കൊണ്ട് റബ്ബിനെ ദർശിച്ചു എന്നാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞു. പക്ഷെ നേരിട്ട് കണ്ണോട്ട് കാണാൻ കഴിയൂല. ആയിഷ ബീവിന്റെ അരികിൽ ഒരിക്കൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, റബ്ബിനെ കണ്ടോ റസൂൽ മിഅ്റാജ് രാത്രിയിൽ? അപ്പൊ ആയിഷ ബീവി പഠിപ്പിച്ചു കൊടുക്കുക റളിയല്ലാഹു അൻഹ, നീ എവിടെയാണ്? 3 ആളുകളെ തൊട്ട്, അഥവാ 3 ആളുകൾ 3 കാര്യം പറഞ്ഞാൽ അവർ പെരുന്നൊണ പറയാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്ന് പറഞ്ഞതാണ്, ആരെങ്കിലും റസൂലുള്ള നബിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് നുണയാണ്. കാരണം ലാ തുദ്രികുൽ അബ്സാർ, വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതി കൊടുത്തിട്ട് നമ്മളമ്മ പഠിപ്പിച്ചു കൊടുക്കാൻ. ലാ തുദ്രികുൽ അബ്സാർ, നഗ്ന നേത്രങ്ങൾ കൊണ്ട്, ഈ ദുനിയാവിലെ നേത്രങ്ങൾ കൊണ്ട് റബ്ബിനെ കാണാൻ പ്രാപിക്കാൻ സാധ്യമല്ല. വഹുവ യുദ്രികുൽ അബ്സാർ, കണ്ണുകളെ കാണുന്നവൻ അവനാണ്. എല്ലാ കണ്ണുകളെയും കണ്ടെത്താൻ അള്ളാഹ് കഴിയും, പക്ഷെ അള്ളാഹിനെ കണ്ടെത്താൻ ഒരു കണ്ണിനും സാധ്യമല്ല. പക്ഷെ ദുനിയാവ് കഴിഞ്ഞ ആഖിറത്തിൽ എന്ത് ചെയ്യും? കാണും. നമ്മൾ ഫജ്ർ ക്ലാസ്സിൽ ഓതി പഠിച്ച ആയത്ത് അല്ലെ, എപ്പോഴും നമ്മൾ ഓതി പോകുന്ന ആയത്ത്. അന്ന് ചില മുഖങ്ങൾ പ്രസന്ന മുഖമായിരിക്കും, തിളങ്ങുന്ന മുഖമായിരിക്കും. കാരണം ഇലാ റബ്ബിഹ നാദിറ, അവർ നോക്കുന്നത് അവരുടെ റബ്ബിലേക്കാണ്. അള്ളാഹു ആ ദൃഷ്ടിയിലെ അന്ന് ചില മുഖങ്ങൾ വെളുക്കുന്ന എന്ന് റബ്ബ് പറഞ്ഞു. ആ ആ ഏറ്റവും നല്ല ശോഭമായ മുഖങ്ങളിൽ റബ്ബിനെ കണ്ടുമുട്ടുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നിസ്കാരം ഒഴിവാക്കിയ ആൾക്കാരെയാണ് റസൂലുള്ള കണ്ടത് എന്നാണ്. ആനലോകത്തേക്ക് നബി അതിനെ 50 വക്തുള്ളത് 40 ആക്കി, 30 ആക്കി, 20 ആക്കി, 10 ആക്കി. വീണ്ടും മൂസാ നബി പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ പോലല്ല നിന്റെ ഉമ്മത്ത്. എന്റെ ഉമ്മത്തിന്റെ അത്ര എന്താണ് എന്റെ ഉമ്മത്ത് ഹൃദയം കാഠിന്യമുള്ളവരാണ്, പക്ഷെ നിന്റെ ഉമ്മത്ത് ലോല ഹൃദയരാണ്. 5 അവർക്ക് എന്ത് ചെയ്യൂല, കഴിയൂല. ഞാൻ ഇസ്രായേൽ സന്തതികളിൽ ഇതിനെ പരീക്ഷിച്ചറിഞ്ഞവനാണ്. പക്ഷെ റസൂൽ പറഞ്ഞു 5 വരാകെ, ഇനി എന്റെ റബ്ബിലേക്ക് പോകാൻ എനിക്ക് മടി തോന്നുന്നു, ഇനി അസ്തഹി. പക്ഷെ റബ്ബ് വാക്കൊടുത്തു, ഈ 5 50 വക്തിന് തുല്യമാണ്. 50 വക്ത് നമസ്കാരം. മറ്റു അമ്പിയാക്കളൊക്കെ 50 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 5 വക്ത് തന്നെ അവരെയും മറികടക്കാൻ പാകത്തിൽ റബ്ബ് നമുക്ക് നൽകുന്ന ആദരവാണ്. പക്ഷെ അവിടെ റസൂലുള്ള കണ്ടൊരു കാഴ്ചയുണ്ട്. 7 ആകാശവും കടന്ന് നരകത്തിന്റെ കാഴ്ചകളിൽ നരകം കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, തല പാറക്കല്ല് കൊണ്ട് തലങ്ങട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു സമൂഹത്തെ, തലങ്ങനെ അടിച്ചു പൊളിക്കുക പാറക്കല്ലുകൊണ്ട്. എങ്ങനെ കുല്ലമാ റുദിഖത് ആദത് കമാ കാന, ആ തലങ്ങനെ അടിച്ചു പൊളിക്കുമ്പോൾ അത് പിന്നെ അതേപോലെ ആവും, വീണ്ടും പഴയ പോലെ ആവും. നമ്മൾ ചില ഇതിലൊക്കെ കാർട്ടൂണിലൊക്കെ കാണില്ല, കുട്ടികൾ അടിച്ചു പൊളിക്കണ പോലെ. ഇതിപ്പോ നമുക്ക് വെറുതെ കാർട്ടൂൺ അല്ലല്ല, റസൂലുള്ള എന്നാണ് അറിയോ, നമ്മളെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാനല്ല. നബി കണ്ട കാഴ്ചയെ റസൂലുള്ള വിശദീകരിക്കാൻ. അത് കണ്ടപ്പോൾ റസൂലുള്ള ചോദിച്ചു ജിബ്രീലിനോട്, ഇത് ആരാണ്? അല്ലേ, ഇതാര്? ഇതിങ്ങനെ വേർപെടുന്നില്ല, തലറ്റം മുറിഞ്ഞു പോണില്ല. അതും പറഞ്ഞു വലാ യുഫ്തറ അൻഹും മിൻ ദാലിക, ഇതിന് നിൽക്കുന്നില്ല, ഇതിങ്ങനെ ആവുന്നു, വീണ്ടും അതേപോലെ അടിച്ചു പൊളിക്കുന്നു. ഫഖാൽ, ജിബ്രീലിനോട് ചോദിച്ചു, ആരാ? ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇ അല്ലദീന തതഫാഖലു റൂസുഹും,
അവരുടെ തലക്ക് ഭാരമായി. നിസ്കാരം 5 വക്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാരം പോലെ തലയിൽ, അതുകൊണ്ട് തലന്നെ അടിച്ചു പൊളിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ നോക്കി. നമസ്കാരം ഒരു സിക്കലായിട്ട് അവർക്ക് തോന്നിയെന്നാണ്. നിർബന്ധ നമസ്കാരം, മറ്റ് ഐച്ഛിക നമസ്കാരമല്ല. സ്വലാത്തുൽ മക്തൂബ, നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ഭാരമായത് കൊണ്ട് അവരുടെ തലയെ അടിച്ചു പൊളിക്കണം. റബ്ബ് അങ്ങനത്തെ ഒരു ശിക്ഷാരീതിയാണ് അവിടെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് ഇത്ര ശിക്ഷാരീതികൾ പറഞ്ഞു. ഈ ശിക്ഷാരീതികൾ മുഴുവൻ അപ്പം നടന്നതാണോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നു. മുഹദ്ദിസീങ്ങൾ ഈ വിഷയത്തെ ചർച്ച ചെയ്ത് 2 അഭിപ്രായമുള്ളത് നമ്മൾ പഠിക്കാൻ വേണ്ടി പറയാൻ 2 അഭിപ്രായം. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു ഈ ശിക്ഷാരീതികളൊക്കെ ഇവർക്ക് നാളെ പരലോകത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അള്ളാഹു ചിത്രീകരിച്ചു കൊടുത്തതാണ്. അപ്പൊ അനുഭവിക്കാൻ ഇവർക്ക് ഇത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അപ്പൊ റബ്ബ് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ പരലോകത്ത് ഇവർ അനുഭവിക്കൽ ഇതേ ശിക്ഷയായിരിക്കും, ഇതേ ശിക്ഷകളായിരിക്കും. അതൊരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ അതിനേക്കാളും സ്വഹീഹായി ഭൂരിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ആ ശിക്ഷകൾ മുഴുവൻ ബർസഖിലെ ശിക്ഷയാണ്. ബർസഖ്, മരണം കഴിഞ്ഞു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഇടയിലുള്ള ഒരു കാലം അല്ലെ? മരണാനന്തരം ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ചിലപ്പോൾ നമ്മൾ മണ്ണിലേക്കാരോ, ചിലപ്പോൾ ആൾക്കാർ കത്തിച്ചളഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടേതായ ബർസഖ് ഉണ്ട് എന്നാണ്. അത് ബർസഖിലെ ശിക്ഷയാണ്. ഏതുപോലെ എന്നിട്ട് അതിന് തെളിവ് കൊണ്ടുവന്നത് എന്താണ്? ഫിർഔന്റെ ശിക്ഷാരീതിയെ സംബന്ധിച്ച് റബ്ബ് പറയാൻ, ഫിർഔന് രാവും പകലും റബ്ബ് എന്ത് ചെയ്യുന്നു? നരകം കാണിച്ചു കൊടുക്കുന്നു. ബർസഖ്, ഫിർഔന്റെ ബർസഖ് ഇവിടെ കടലിലല്ലേ? ആത്തിരമ്പുന്ന ചെങ്കടലിലായിരുന്നല്ലോ. ചില ആൾക്കാർ അയാൾ മ്യൂസിയത്തിലാണ്. അള്ളാഹു ആയാലും മ്യൂസിയത്തില് ഫിർഔൻ തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയും. ചില ആളുകൾ പറയുന്നത് ഫിർഔന്റെ ആണ്. പക്ഷെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സൂക്ഷ്മത നോക്കണം. അവരാരും ചെയ്തിട്ടില്ല. ഇപ്പൊ എത്രയോ കാലങ്ങൾ മുന്നുള്ള ഇബ്നു തൈമിയ ആകട്ടെ, അതിൽ വേറെ ആരെല്ലാട്ടെ, ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ഫിർഔന്റെ ആണെന്ന്. കാരണം എന്താ? ഏതെങ്കിലും പിൽക്കാലത്ത് നശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറയാണ്ട ഫിർഔന്റെ കേടെന്ന്. അപ്പൊ അത് ഇല്ലാതിരിക്കാനും കൂടി സൂക്ഷ്മതക്ക് വേണ്ടി പണ്ഡിതന്മാർ ഇത് ഫിർഔന്റെ തന്നെയാണെന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, തെളിവുകളില്ല. ചില പണ്ഡിതന്മാർ ആ ആയത്തിനെ ഇങ്ങനെ വിശദീകരിക്കും. കുറെ തഫ്സീറിൽ കുറെ സംഭവങ്ങൾ കാണാം. സംഭവ വിശദീകരണം കുറെ ഉണ്ട്, നമ്മൾ അവർക്കൊന്നും കടക്കണില്ല. അവിടെ ഫിർഔനിന്റെ ശിക്ഷയെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞു, എല്ലാ രാവും രാവും പകലും നരകം അവന്റെ ബർസഖിൽ അല്ലാഹ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നരകത്തിക്ക് എത്താ അവിടെയാണ് ഇനി ഉണ്ടാവുക എന്ന് അറിയിക്കാനാണ്. അപ്പൊ ബർസഖിലുള്ള ശിക്ഷയെ അയാൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? അനുഭവിച്ചുകൊണ്ടിരിക്കണം. ആ ശിക്ഷകൾ പോലെയാണ് ഏതും ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ റസൂലുള്ള കണ്ട ഈ സക്കാത്ത് കൊടുക്കാത്തവര്, നമസ്കരിക്കാത്തവര്, അതുപോലെ തന്നെ ഈ ഖത്തീബന്മാര്, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ജനങ്ങളുടെ അഭിമാനം തിന്ന് ജീവിച്ച ആളുകൾ, ഇങ്ങനൊക്കെ പറയുന്ന പല ശിക്ഷാരീതികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലെ? ഒരുപാട് സംഭവബഹുലമായ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലെ പലതും നമ്മൾ എന്ത് ചെയ്തു വിശദീകരിച്ചു. ഇതിന് മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ അതിങ്ങനെ പറഞ്ഞു പോയതാണ്. ഇതിൽ ഇന്ന് നമ്മൾ മാത്രം പറഞ്ഞത് നബി കണ്ട ചില പ്രധാന കാഴ്ചകൾ മാത്രമാണ്. ആ കാഴ്ചകൾ പറഞ്ഞു വെച്ചത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഈമാനിനെ പുതുക്കാനും, നമ്മുടെ ആത്മാവിനും നമ്മുടെ ജീവിത രീതിക്ക് ഒരു തസ്കിയത്തിനെ വീണ്ടെടുക്കാനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലപ്രദമാക്കി തരുമാറാവട്ടെ, ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തിന്മകൾ അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ട കാഴ്ചകളിൽ, ആ നരക കാഴ്ചകളിലൊന്നും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അവിടെ നബി കണ്ട ഏറ്റവും നല്ല സുന്ദരമായ കാഴ്ചകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന, പ്രവാചകന്റെ ചര്യകളെ സ്നേഹിക്കുന്ന, അതിനനുധാവനം ചെയ്യുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അറിവില്ലായ്മകൾ കൊണ്ട് വന്നു പോകുന്ന വലുതും ചെറുതുമായ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവിടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ. പല കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അവരുടെ കടം ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീക്ക് നൽകണേ. അള്ളാഹുവേ, ഉപകാരപ്രദമായ അറിവ് ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് നൽകണേ. നൽകിയ അറിവ് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരികയും ചെയ്യണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാകുമുല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.